ഹായ് ഫ്രണ്ട്സ്, ഷാലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സൂപ്പർ ടേസ്റ്റി നമുക്ക് കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഇത് കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഇവിടെ കോവയ്ക്കയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ 4ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഇത്ര അളവിൽ കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അതും കൂടി ചേർത്ത് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മസാലകൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. ഇത് ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ഒരുപാടായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് രണ്ട് തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൽ മസാല പിടിച്ചു കിട്ടാനായിട്ട് 15 മിനിറ്റ് മാറ്റി വയ്ക്കാൻ സമയമില്ലെങ്കിൽ ഇത് 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് മസാലയെല്ലാം പെട്ടെന്നൊന്ന് പിടിച്ചു കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ കോവയ്ക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മറിച്ചും തിരിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റ പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം. എങ്കിൽ നിങ്ങൾ ഇതുപോലെ മാത്രമേ ചെയ്തു നോക്കൂ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കോവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. ഇതെല്ലാം കോരി മാറ്റാം. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ബാക്കി കോവയ്ക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ മറിച്ചും തിരിച്ചുമിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും ബൗളിലേക്ക് കോരി മാറ്റാം. കോവയ്ക്ക ഫ്രൈ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.